എല്ലാവർക്കും നമസ്കാരം. പുനർജൻ ആയുർവേദ ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ മലബന്ധത്തിന് ആയുർവേദത്തിലുള്ള പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കാം. മാറിവരുന്ന കാലത്തിനനുസരിച്ച് എല്ലാവരും ഭക്ഷണരീതികളും മാറ്റിക്കൊണ്ടുവരികയാണ്. ഇപ്പോഴെല്ലാം ഒരുപാട് പേര് രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നതും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം ഉണ്ടാക്കുന്നതും ടേസ്റ്റിനു വേണ്ടി കെമിക്കലുകൾ കലർന്ന ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ദഹനവ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ദഹന പ്രക്രിയ ഈ കെമിക്കൽസിനെയൊക്കെ ദഹിപ്പിക്കാനായി ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതുമൂലം ചിലർക്ക് അവർ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതെ വയറുവേദന, മലബന്ധം കൂടാതെ അമിത കൊഴുപ്പ് പോലുള്ള പ്രശ്നങ്ങളെല്ലാം വരാൻ തുടങ്ങുന്നു. ഈ കാലത്ത് മലബന്ധ പ്രശ്നം ഒരുപാട് പേർക്ക് വരുന്നതായി കാണുന്നുണ്ട്. ഇപ്പോൾ ഈ മലബന്ധ പ്രശ്നം എങ്ങനെയാണ് വരുന്നതെന്നും അതിനെ ഭേദപ്പെടുത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും നോക്കാം. പൊതുവായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള കഴിവ് വൻകുടലിനാണ് പ്രധാനമായിട്ടും ഉള്ളത്. കഴിക്കുന്നതെല്ലാം മലം വഴിയായി പുറത്തെത്തിക്കുന്നത് പ്രധാനമായും ഇതിന്റെ ജോലിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ശരിക്കും ദഹിക്കാതിരുന്നാൽ ഈ മലബന്ധ പ്രശ്നം വരുന്നതാണ്. ഇതുകൊണ്ട് ആരോഗ്യവും നശിക്കുന്നതാണ്. കൂടാതെ ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. ഇന്ന് ഈ മലബന്ധ പ്രശ്നം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കിയാൽ സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ദഹനം ശരിക്കും നടക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇത് പ്രധാനമായും വരുന്നത്. ഇത് അടുത്ത കാലം ഒരു ടെസ്റ്റ് മൂലം തെളിഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ കൃത്യസമയത്ത് ഉറങ്ങാതെ ഏറെ നേരം ഇരിക്കുന്നത് കൊണ്ടും പിന്നെ മാനസിക പ്രശ്നങ്ങളും ജോലി പ്രശ്നങ്ങൾ കൊണ്ടും നമ്മൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ടും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാറില്ല. ഇതിൽ പ്രധാനമായും ജങ്ക് ഫുഡ്സ്, എരിവ് കൂടിയ ഭക്ഷണങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലവും ഈ പ്രശ്നത്തിന് വഴിവെക്കുകയാണ്. കൂടാതെ നമ്മളേതെങ്കിലും രോഗത്തിൽപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും ഈ ആന്റിബയോട്ടിക് നമ്മൾ പ്രധാനമായി ഉപയോഗിച്ച് വരികയാണ്. മദ്യപാനം, പുകവലി പോലുള്ള ദുശ്ശീലങ്ങൾ ശീലമാക്കിയവർക്കും ഈ മലബന്ധ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരേ സ്ഥലത്ത് അനങ്ങാതെ ഇരുന്ന് മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നതും ഇതിനൊരു പ്രധാന കാരണമാണ്. പിന്നെ ഈ മലബന്ധ പ്രശ്നം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാൽ, ഇപ്പോൾ മലബന്ധ പ്രശ്നം തീർക്കാൻ ക്യാപ്സ്യൂൾ പോലുള്ള ഒരുപാട് മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അത് നമ്മൾ ഉപയോഗിച്ചു വരികയാണ്. പക്ഷേ ഇതുകൊണ്ട് താൽക്കാലികമായ പരിഹാരവും പാർശ്വഫലങ്ങളും ഒരുപാട് കണ്ടുവരുന്നുണ്ട് ഇന്ന്. ഇത് വളരെ ആപത്ത് പിടിച്ച കാര്യമാണ്. പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ മലബന്ധം തീർക്കാമെന്ന് വിചാരിച്ചാൽ തീർച്ചയായും മാറ്റാൻ പറ്റുമെന്ന് പറയാം. വളരെ പഴമയേറിയ ആയുർവേദ രീതികൾ തുടരുന്നത് മൂലം ഈ മലബന്ധ പ്രശ്നത്തെ വീട്ടിൽ വെച്ച് തന്നെ പാർശ്വഫലങ്ങളില്ലാതെ കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നു. ഇപ്പോഴത്തെ ആയുർവേദത്തെ വെച്ച് മലബന്ധം എങ്ങനെ കുറയ്ക്കാമെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. താനിക്കായ ചൂർണം. ഇത് മലബന്ധ പ്രശ്നത്തിന് ആയുർവേദ രീതിയിൽ തയ്യാറാക്കി ഇത് ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കുന്നതാണ്. ഈ കായിൽ ലഭ്യമായ നാര് കലർന്ന പോഷകങ്ങൾ മനസ്സിന് ഉണർവുകൂടി നൽകുന്നതാണ്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഈ താനിക്കായ ചൂർണത്തെ 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ രാവിലെയും രാത്രിയും വെള്ളത്തിൽ കലർത്തി കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മോചനം നേടാം. അടുത്ത് ലഭ്യമായ ആയുർവേദ കടകളിൽ നിന്ന് ഇത് വാങ്ങിച്ചുപയോഗിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ ഈ കായ് മലബന്ധ പ്രശ്നത്തെ മാറ്റുക മാത്രമല്ല, അതുകൂടാതെ ഇത് അജീർണ പ്രശ്നത്തെ തടയുന്നതിനൊപ്പം ഇത് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടിനെയും ഇത് ഇല്ലാതാക്കുന്നു. അവസാനം മലബന്ധ പ്രശ്നം ഉള്ളവർ അല്ലെങ്കിൽ മലബന്ധ പ്രശ്നം ഇല്ലാത്തവരും ഇവരെല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റയുടൻ 1 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതിന് മാറ്റമുണ്ടാകും. ഇത് കാരണം ശരിയായ ദഹന പ്രക്രിയ നടക്കാനും സഹായിക്കുകയാണ് ഇത് ചെയ്യുന്നത്. കൂടാതെ മലബന്ധ പ്രശ്നത്തെ കുറച്ചായി കുറയ്ക്കാനുള്ള വേറെ മാർഗങ്ങളുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ആയുർവേദം മൂലം മലബന്ധം എങ്ങനെ കുറയ്ക്കാമെന്ന്.